ഹലോ ഗായ്സ്, ആമീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ വെക്കേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ആമീനെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പം അതിന് പാർക്കിലേക്കൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതിനൊരു വൈകുന്നേരം. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നമ്മളിവിടെ ശ്രീശൈലം ബാബുജി പാർക്കില്ലേ, അവിടേക്കാണ് കൊണ്ടുപോയത് കേട്ടോ. നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കണം. ബാബുജി പാർക്ക് ഇപ്പോൾ പഴയ പോലെ നല്ല അടിപൊളി മോഡേണൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയാണ്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. കയറി ആമി ഏതിലാണ് കയറേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നല്ല ഹാപ്പി ആയിരുന്നു. എന്തായാലും കുറേ കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ കളിച്ചു, കറങ്ങണേലും ഇതൊക്കെ കളിക്കാനുള്ളു. ഊഞ്ഞാലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാലോ. നമ്മള് പാർക്കിലാണ്. നല്ല കാറ്റൊക്കെ ഞാൻ ഇപ്പോൾ ഇരിക്കാൻ ഇരിക്കുന്നതാണ് സ്ഥലത്ത്. പാർക്കാണ് കാണിച്ചത്. ഇതാണ് നമ്മൾ പാർക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ പാർക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ പാർക്കിലാണ് ഞാൻ കണ്ടില്ലേ, ആ പാർക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഓർക്കാട്ടെ. പാർക്ക് വെച്ചിട്ടുണ്ട്, കളിക്കാണ്. ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവൾ പറഞ്ഞു കേട്ടോ, അമ്മ എൻ്റെ വോയിസ് ഇടണേ എന്ന് പറഞ്ഞായിരുന്നു. കട്ട് ചെയ്ത് കളയരുതേ. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ അതിലൊക്കെ കുറേ കളിച്ച് ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇരിക്കാനും കണ്ട്. ചിലതൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ 3D പാർക്കൊക്കെ ഉണ്ട്. 3D ഷോ ഉണ്ട്. ഇപ്പം ഇല്ല എന്തോ ആ കോഞ്ഞാല് കയറാൻ നല്ല പേടിയാണ് കേട്ടോ. അന്ന് വീഴാൻ പോയി, അത് കാരണം. ഇനി അടുത്തത് അവള് പോണത് വെള്ളത്തിക്കാണ്. അതാണ് ഇത്ര ഫാസ്റ്റ്. ഗാന്ധിജി പാർക്ക് എന്നുള്ളതിൻ്റെ ഗാന്ധിജിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമി പഠിക്കാണ്ടായില്ല കുറേ അവൾക്ക് ഗാന്ധിജി കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുക എന്നോട്. അച്ഛനോട് പറയാൻ കയറ്റി കുറച്ച് നേരം കളിക്കുള്ളൂ, വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കളിക്കുള്ളൂ. ഏട്ടൻ പോയി ടിക്കറ്റൊക്കെ എടുത്ത് വന്നു. ഇപ്പോൾ ഒരാൾക്ക് 15 മിനിറ്റിലേ കയറാൻ പറ്റുള്ളൂ ബോട്ടിൽ. കഴിഞ്ഞ് അടുത്ത ആളെ കയറണം. അപ്പോൾ ഒരു കുട്ടി ഇറങ്ങിയേക്കുമ്പോൾ മീനെ നൈസായിട്ട് കയറ്റിയതാണ്. അവളുടെ അച്ഛന് നല്ല പേടിയാണ്, എനിക്കേ പേടിയാണ്. അതവളുടെ അച്ഛന് തിരിക്കാനൊക്കെ അറിയാം എന്തോ. ഫസ്റ്റൊക്കെ തിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കൂട്ടിമുട്ടിയ ഷാഴൊന്നുമില്ല അത്ര കേട്ടോ. അത്ര വെള്ളത്തിന് തിരിച്ച് ഒറ്റക്കൈയാണ് തിരിക്കൽ. ശരിക്കും ഇതിൽ ചവിട്ടണതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തോരാണെങ്കിൽ സുഖമായിരുന്നല്ലേ. അത് അവർ രണ്ടാളും കൂട്ടിമുട്ടി. 4 പറഞ്ഞാൽ നമുക്ക് പോകാനൊക്കെ പറ്റും, എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ. ആ ഒരു സമാധാനമുണ്ട്. എന്നാലും സംഗതി ഉഷാറാണ്. ടിക്കറ്റിന് എത്ര 40 30 എത്രയൊക്കെയാണ്. എല്ലാവരും അവരായിരിക്കും വയ്ക്കുന്നത് ചെയ്യുന്നത്. ലാസ്റ്റ് ഇവർ രണ്ടാളും മാത്രമായി, എല്ലാവരും പോയിട്ട്. പിന്നെ സുഖമായിട്ട് ഇരിക്കാൻ ഉണ്ടാക്കും, കളിക്കാറായി. അങ്ങനെ അങ്ങോട്ടും മുട്ടുണ്ട്, ഇങ്ങോട്ടും മുട്ടുണ്ട്. ആമിൻ്റെ ഏകദേശം സമയം കഴിയാറായിരുന്നു കേട്ടോ. പിന്നെ അവൾ 15 മിനിറ്റിൻ്റെ കൂടുതൽ കളിച്ചോ എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ പോയിട്ട് ഗാന്ധിജീനെ ഒന്ന് എടുത്തൊന്ന് കൊണ്ടേ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് ഗാന്ധിജിയുടെ പോലെ ഇരിക്കണത്ര അവിടെ. അപ്പോൾ
ഏട്ടൻ അവിടെ കൊണ്ടുപോയി ഇരുത്തൊക്കെ ചെയ്ത് ഗാന്ധിജിനെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ ഇത്. അതേപോലെ ഇരിക്കണം എന്നൊക്കെ പറയാണ്. നമുക്ക് 100 സംശയങ്ങൾ നമ്മളോട്. ഞാനപ്പോൾ കേൾക്കാത്തതിനെ അങ്ങനെ അവൾ ഗാന്ധിയുടെ പോലെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവൾ നടന്ന് പിന്നെ അവളുടെ ഡാൻസൊക്കെ ഉണ്ടേ. കളിക്ക് ഞാൻ വേണ്ടി ഷോറക്കലാണ് അതൊക്കെ. പിന്നെ മെയിൻ ഒഡ്സി കളിക്കലിൽ പിന്നെ അവൾ മെയിനാണ്. അവിടെ നിന്ന് അവൾ ഒങ്ങട്ടുമില്ല. അവൾ അത് കൂടെ കാണാതെ അവൾ എന്തൊക്കെ എനിക്ക് വേഗം ഞാനൊരു ഭാഗത്ത് ഇരുന്നിട്ടാണ്. ഒരു പുറത്തു കൂടെ വരും, ഒരു പുറത്തു കൂടെ പോകും. ചെരുപ്പൊന്നും ഇടാൻ അയക്കില്ല. ഇനി കയറാൻ വേറെ എൻട്രി ഫീസുകളുണ്ട് കേട്ടോ. വേറെ എൻട്രി ഫീസുകളാണ്. ഒരു സ്റ്റെപ്പിൽ കൂടെ പോകുന്നു, ഒരു സ്റ്റെപ്പിൽ കൂടെ വരുന്നു. ഒരിടത്ത് കൂടെ പോയി ഒരിടത്ത് കൂടെ വരും. പിന്നെ കൂടെ പോയി അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ കളിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇരുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടോ. ആകെ മഴ മൂടലൊക്കെ പോലെ കാലാവസ്ഥ ആകെ മാറി. ഇടയിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. നമുക്കൊരു പേടിയില്ല. സ്വന്തം വീട് പോലെ ആൾക്കാരൊക്കെ തിരക്കിയിട്ടുണ്ട് അവളുടെ പോക്ക്. കല്ലടക്കം ചെയ്യിച്ചിട്ടാണ് അവൾ വരുന്നത്. കാണും ഗായ്സ് നിങ്ങളതൊക്കെ അവൾ പോക്ക്. ഒരു ശ്രദ്ധയിൽ നമ്മളൊരു മൈൻഡ് ഇല്ലാതെ അവൾ പോലെ പോകും വീണ്ടും. ചെറിയ കുട്ടികളും ചെറിയ പൊടിക്കും ഞങ്ങളെ കളിച്ചിൽ കളിക്കാൻ വന്നു. ഞങ്ങളവിടെ പോക്കോൺ വാങ്ങി ഇതാ ഓടി വരണം. എവിടുന്നൊക്കെ ഓടി വരണം നടക്കുന്ന രുചിയില്ല. പോകുമ്പോൾ ഇത് പറഞ്ഞിട്ടാ പോയത്. കൂടെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എടുത്തത് അങ്ങനെ. അപ്പോഴൊന്നും കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി. മഴ വരുന്ന പോലെ തോന്നുന്നു. മഴയൊക്കെ പാടെ വന്നു. ആദ്യം ഒന്ന് വന്നു, ശരിയായില്ല. വീണ്ടും വരാൻ പറഞ്ഞു, വീണ്ടും വന്നു. ആയിക്കോടെ തന്നെ പൊത്തിപ്പിടിച്ചിട്ടാണ് കയറുന്നത്. കയറാനൊന്നും വയ്ക്കുന്നില്ലേ. ഇങ്ങനെയൊക്കെ പാടെ കയറും. ആയിക്കോടെ അവളെന്നല്ല എല്ലാ കുട്ടികളും എനർജി കിട്ടും. ഇതൊക്കെ എങ്ങനെ ഇവർക്ക് പഠിക്കണമെന്ന് വെച്ചാൽ അറിയില്ല. എന്നിട്ട് ആയിക്കോട്ടെ വീണ്ടും വരും. സ്റ്റെപ്പ് കയറാൻ മടിച്ചിട്ട് ഈ റിസ്ക് എടുത്തിട്ടാണ് കയറുന്നത്. സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ടേ. എന്തൊക്കെയല്ലേ കുട്ടികളുടെ. എന്നിട്ട് അവളൊന്ന് വീണ്ടും വിളിച്ചിട്ട് വരും. ഇപ്രാവശ്യം കടന്നിട്ടാണ് വരുന്നത്. പിന്നെ പിന്നെ ചാടിക്കളി എൻ്റെ ചാടിയിട്ടുള്ളത് അതിലാണ് കുറേ. അവൾക്ക് നീക്കാനായിട്ട് പറ്റണില്ല. കുട്ടികൾ ചാടിയിട്ട് നീച്ചപ്പം അവൾ വീഴും കേട്ടോ. നീച്ച് കൂടെ ചാടണം. നമുക്ക് അപ്പൊക്കെ വീഴും. പേടിയാവും. കാണുമ്പോൾ നമുക്ക് 2 ചാട്ടൊക്കെ ചാടാൻ തോന്നും. എന്താ ചെയ്യുന്നത്? അവൾക്ക് നീക്കാനായിട്ട് പറ്റില്ലേ. അതിൽ എല്ലാവരും ചാടപ്പം മെല്ലെ നീച്ചിട്ട് ചാടാൻ പറഞ്ഞാൽ അവൾക്ക് വയ്ക്കണ്ടേ. അവർ ചാടുമ്പോൾ അവൾക്ക് നീക്കാൻ വയ്ക്കണ്ടേ. നീക്കണമെന്നുണ്ട്. ഞാൻ കയ്യൊക്കെ കൊടുക്കണ്ടേ. പക്ഷെ 2 ചാട്ടം അതിൻ്റെ അപ്പുറം അവൾക്ക് വയ്ക്കില്ല ഗായ്സ്. ചാടി ഇരുന്ന് കളിച്ചു എന്ന് പറയുമ്പോൾ നല്ലത്. അപ്പോഴൊക്കെ നല്ല ഇർട്ടാവലൊക്കെ തുടങ്ങി. മഴ പെയ്ത് മഴക്കാറ് കൊണ്ടിട്ടോ ഇർട്ടാവുന്നത്. വൈകുന്നേരം രാത്രിയായിട്ടൊന്നുമില്ല. അതാ ചാടി. പേടിയാവും ചെയ്യും. മുഖം കുത്തി കുട്ടികൾ ഒന്നൊക്കെ ഇതൊക്കെ വന്നിട്ടാണ് വീഴുന്നത്. ലാസ്റ്റ് അവൾ അവിടെ ഇരുന്നു. ഞാനില്ലാണ്ട് ഇതൊക്കെയാണ് അവളുടെ പാർട്ടിയുള്ള അംഗങ്ങൾ.
ഇത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതിലേറെ പ്രശ്നം. എല്ലാവരും പോയി, ഞാൻ മാത്രം പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാൻ തുടങ്ങിയത്. എന്നാലും അവൾ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. എന്നിട്ട് എന്താ ലാസ്റ്റ് കടക്കൊക്കെ ചെയ്ത്. എന്താല്ലേ കുട്ടികളോട് ഓരോ ഇതാണ്. ഈ ഇരുന്നുള്ള ചാട്ടക്കായി എല്ലാവരും. ഇതൊക്കെ മഴ ഒക്കെ പെയ്തു. ഒരു മഴയാണ്. അവിടെ ആവശ്യം മഴ പെയ്തിട്ട് ആ കുട്ടികൾ മഴച്ചാറിൽ കളിക്കണേന്ന് കേട്ടോ. അവൾ വാശി പിടിച്ചെടുക്കണമായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോൾ അതാ ഈ ജിമ്മിലൊക്കെ പോണ അതിൽ കളിക്കണം. മഴച്ചാറുണ്ട്, തലയിൽ കർച്ചീഫ് കെട്ടിയിട്ടാണ് കേട്ടോ കളിക്കണത്. അത് നോക്കി കർച്ചീഫ് തലയിൽ കെട്ടിയിട്ടാണ് അച്ഛനും മകളും ഉള്ള കളി. പിന്നെ അച്ഛനും മകളും എന്താ ഇഷ്ടം കയറി കയറണമെന്നുള്ള ആഗ്രഹം. എന്താ ചെയ്യുന്നത്. പിന്നെ ഞാനും വിട്ടെടുക്കുമോ, ഞാനും കയറി, ഞാനും ഓരോ ഗ്രൗണ്ട് അടിച്ചു കളിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ മെല്ലെ അവിടെ നിന്നിട്ട് പോന്നു. രാത്രി 7 മണിക്കായിരുന്നു മഴ തോർന്നപ്പോഴത്തേനും. പിന്നെ ഓരോ ചായയൊക്കെ കുടിച്ച് ചില്ലായി വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.